വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു TV പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീൽ ഓർ നോ ഡീലാണെന്നാണ് എന്റെ ഓർമ്മ. അതിനകത്ത് ഒരു ചോദ്യം, കുമാരനാശാനെ കുറിച്ചൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ ബൈ ചാൻസില് കുമാരനാശാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തീർന്നു. അത് വന്ന ദിവസം ടെലികാസ്റ്റ് ചെയ്ത് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ടെലികാസ്റ്റ് ചെയ്ത് വന്ന ദിവസം ഞാൻ രാത്രി ഒരു 8 മണിക്ക് കൊല്ലത്തെന്റെ വീട്ടിൽ നിന്നപ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിക്കാൻ, സർ ഞാൻ കായിക്കര ഭാഗത്തുള്ള SI ആണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അല്ല സാറേ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു കൊല്ലത്തുണ്ട്. കൊല്ലത്ത് ഉണ്ടോ? ഞാൻ പറഞ്ഞു അതെ. അല്ല സാറിന്റെ കോല ഇവിടെ കത്തിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ കോലം അന്ന് MLA ഒന്നും അല്ല. ഞാൻ പറഞ്ഞു എന്റെ കോലം കായിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കത്തിക്കേണ്ട കാര്യം ആർക്കും അറിഞ്ഞൂടാ. ഒരു വലിയ കോലം കൊണ്ടുവന്നു നമ്മൾ നോക്കുമ്പോൾ മുകേഷ് എന്ന് പറഞ്ഞിട്ട് കോലം ആ മൈതാനത്തിട്ട് കത്തിക്കുക. എന്നിട്ട് ഭയങ്കരമായ ആൾക്കാർ രോഷം പ്രകടിപ്പിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എന്താണെന്നൊന്ന് തിരക്കി പറയുന്നത്. ഫോൺ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ സാർ ഏതോ TV പരിപാടിയിൽ കുമാരനാശാൻ ജനിച്ചത് തോന്നക്കലാന്ന് പറഞ്ഞു. കായിക്കരക്കാരെല്ലാവരും കൂടെ ഇളകിയിരിക്കുകയാണ്. കാര്യം അവരുടെ ഏറ്റവും വലിയ അഭിമാനമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, എനിക്കറിയാം തോന്നക്കൽ സ്മാരകമുണ്ട്. പക്ഷേ ഞാൻ ഉടനെ ചെന്നൈയിലേക്ക് വിളിച്ചു, സൂര്യ TVയിൽ വിളിച്ചു. ഇങ്ങനൊരു സംഭവം ഇപ്പൊ എടുത്തു പറഞ്ഞു. സാറേ അത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട്, ടൈം ഒന്ന് കൂടിപ്പോയതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തപ്പം കായിക്കര വിട്ടു. ഞാൻ പറഞ്ഞു ഇതാ അവിടെ കോലം കത്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് വലിയ മനസ്സിനകത്ത് ഭയങ്കര വിഷമം. ആദ്യമായിട്ടാണ് ഒരു കോലം, എന്റെ ഒരു കോലം കത്തിക്കുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചെന്നൈയിലേക്ക് യാത്രയാകും. എന്റെ അടുത്തിരിക്കുന്ന ഒരു സ്വാമിയാണ്, കാവി ഡ്രസ്സൊക്കെ ഇട്ട് മലയാളിയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയാം. ഞാൻ നമസ്കാരമൊക്കെ പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ അധികം മിണ്ടുന്നില്ല. കാര്യം എന്റെ മനസ്സ് മുഴുക്ക ഈ കോലമാണ്. അതിങ്ങനെ കത്തി എരിയുന്നതും ആൾക്കാർ മുദ്രാവാക്യം വിളിക്കുന്നതും ഒരു വിഷമം. അപ്പൊ അദ്ദേഹത്തിന് എന്തോ മനസ്സിലായി. എന്തോ എന്താണ് ഒരു മൂഡ് ഔട്ട് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞൊന്നുമില്ല. അല്ല അങ്ങനെയല്ലല്ലോ, നിങ്ങൾ സിനിമയിലൊക്കെ ഭയങ്കര തമാശ. ഞാൻ നിങ്ങളെ ഈ ഒരു 1.5 മണിക്കൂർ സമയം ഭയങ്കര രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായി എന്റെ കോലം കത്തിച്ചു കായിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഒരുപക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വലിയൊരു ടാക്ടിക്സ് ആയിരിക്കും എനിക്കറിഞ്ഞൂടെ. അദ്ദേഹം പറഞ്ഞു ഭാഗ്യവാൻ. എന്താ നിങ്ങളുടെ കോലം വേറെ ആൾക്കാർ കത്തിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പാപവും ദോഷവും തീർന്നു, പുതിയ മനുഷ്യനാണ്. ഇന്ന് മുതൽ ഒരു കയറ്റമാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ എനിക്ക് സമയം. എടോ ഈ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയൊക്കെ ഇങ്ങനെ കയറി പോകുന്നതെന്താ? കോലം കത്തിക്കുന്നോണ്ട്. അവരുടെ കോലം കത്തിക്കുന്നതുകൊണ്ട് ഈ പാവങ്ങളെല്ലാം മാറിയിട്ട് വീണ്ടും ആർജവത്തോടെ കയറുകയാണ്. അപ്പൊ അത് ആ ഉദാഹരണം എന്റെ മനസ്സിലും തങ്ങി. ഞാൻ പറഞ്ഞു അതാ അങ്ങനെയാണോ? പിന്നൊരു കാര്യം എല്ലാരും കൂടെ പറയുകയാണ്, സ്വന്തം കാശ് മുടക്കി കോലം കത്തിച്ചാൽ നേരെ ഓപ്പോസിറ്റ്. ഇത് വെച്ചിട്ട് എന്നാ ഒന്ന് കോലം കത്തിച്ച് നന്നാവാന്ന് വിചാരിക്കണ്ട, വേറെ ആൾക്കാര് കോലം കത്തിക്കണം. MLA ആയതിനു ശേഷം എന്താ കോലം. ഒരു ദിവസം എന്റെയും ഗണേശന്റെയും ഇന്നസെന്റിന്റെയും കോലം ഇവിടെ സഹോദരിയുടെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ട് കത്തിച്ചു. ഞാൻ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ച് രാത്രി പറഞ്ഞു കത്തിക്കുന്നുണ്ട്, കത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ ചേട്ടന്റെ കോലം ഇവിടെ കത്തിക്കുകയാണ്. ഗണേശന്റെയും കത്തിക്കുന്നുണ്ട്, എന്റെയും കത്തിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആരാ കത്തിക്കുന്ന അവരുടെ അടുത്ത് പറയണം, എന്നോടിങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞു സാരല്ലേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്വാമിയുടെ കഥ പറയാനിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല, നീയൊക്കെ വെറും MLA ആണ്, ഒരു മണ്ഡലമാണ്. ഞാൻ 7 മണ്ഡലമാണ്, 7 കോലം കത്തിക്കും, എന്നാലേ എനിക്ക് തൃപ്തിയാകത്തുള്ളൂ. അല്ലാതെ ഒരു മണ്ഡലക്കാരന്റെ കൂടെ എന്നെ പെടുത്തരുത്. സെപ്പറേറ്റായിട്ട് 7 എണ്ണം കത്തിക്കണം, ക്യാഷ് വല്ലതും വേണമെങ്കിൽ ഞാൻ തരാം. അപ്പൊ ഈ കോലം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ, വേറെ ആൾക്കാർ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. അപ്പോ പുസ്തകം എഴുതുമ്പോൾ ഇതേപോലുള്ള ഈ നാടിനെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഐവറി ത്രോൺ
എന്ന് പറഞ്ഞൊരു പുസ്തകം, മനു സി പിള്ളൻ. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടി. 800-900 പേജങ്ങാണ്. അത് കൊണ്ട് വെച്ചപ്പം ഞാൻ പറഞ്ഞു, ഇനി എത്ര നാളെടുക്കും ഇതൊന്ന് വായിച്ചെടുക്കാൻ? അപ്പൊ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കഥയായിരിക്കും, തിരുവിതാംകൂർ രാജവംശത്തിലുണ്ടായ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കഥയായിരിക്കും, മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള കഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കൈവച്ചു. വായിച്ചു വന്നപ്പോ കഥയൊന്നുമല്ല, ചരിത്രമാണ്.